യെസ്, നമ്മൾ ലൈവിലാണ്. ഹായ്, നമസ്കാരം. സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് എഫ് എമ്മിൻ്റെ കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന് RJ നീതയാണ്. നമ്മളിപ്പോൾ റെഡ് എഫ് എം മലയാളത്തിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഇങ്ങനെ ലൈവ് വന്നിരിക്കുന്ന ടൈമാണ്. അപ്പോൾ ശരിക്കും എന്താണ് ഇയർ എൻഡിലേക്കൊക്കെ വരുമ്പോൾ എല്ലാവരുടെയും പ്ലാൻസും കാര്യങ്ങളൊക്കെ എന്താണ്? ഞങ്ങൾക്കൊരു വലിയ പ്ലാനുണ്ട്. ശ്രേയ ഘോഷാൽ ഓൾ ഹാർട്സ് ടൂർ റെഡ് എഫ് എം ലൈവ് ഇൻ കോൺസേർട്ട് ഡിസംബർ 23 നമ്മുടെ അങ്കമാലിയിൽ അഡ്ലെക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ട് നടക്കാൻ പോവാണ്. അപ്പോൾ ശ്രേയാജി പെർഫോം ചെയ്യുന്നു. അപ്പൊ അതിനുവേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അത് മാത്രമല്ല, ഇന്നിപ്പോ നമ്മുടെ ലൈവിലൊരു ഗസ്റ്റും കൂടെ നമുക്ക് ജോയിൻ ചെയ്യും. യെസ്, നമസ്കാരം. ജെയ്ക്സ് ബിജോയ്, മ്യൂസിക് ഡയറക്ടർ. വെൽക്കം ടു റെഡ് എഫ് എം മലയാളം ഇൻസ്റ്റാഗ്രാം ലൈവ്. ഞാനിങ്ങനെ ഇയർ എൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. എല്ലാവരും ക്രിസ്മസ് പ്ലാൻസ്, ന്യൂ ഇയർ പ്ലാൻസ്, ഒത്തിരി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നു. എന്താണ് ഇയർ എൻഡ് പരിപാടികളൊക്കെ? ഇയർ എൻഡില് എനിക്ക് ആക്ച്വലി കുറച്ച് ക്രിസ്മസ് പരിപാടികളൊക്കെ ഉണ്ട്. ക്രിസ്മസ് കുറച്ച് സോങ്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഡിജോ ജോസ് ആന്റണിയുടെ, ജനഗണമനയുടെ ഡയറക്ടർ ഡിജോ ജോസ് ആന്റണിയുടെ നിവിൻ പോളിയുമായിട്ടുള്ള ഒരു സിനിമ, അതിന്റെ വർക്കും പോയിക്കൊണ്ട്, അത് ഫെബ്രുവരിയിൽ റിലീസാണ്. അപ്പൊ അതിന്റെ പണിയുണ്ട്. എന്തോ സ്റ്റാർ ഞാൻ എപ്പോഴും നവംബർ ഫസ്റ്റ് വീക്ക് തന്നെ ഇടും. എനിക്ക് ഞാനൊരു നവംബർ ഒക്കെ ആകുമ്പോൾ സ്റ്റാർ ഒക്കെ റെഡി ആകും. കാരണം ഞാൻ എന്തായാലും നമുക്ക് വർക്ക് ടു സ്റ്റുഡിയോ ടു വർക്ക് അങ്ങനെയാണല്ലോ. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ദീപാവലി ആകുമ്പോ ഞങ്ങള് ലൈറ്റ്സ് ഇടും. അതുപോലെ തന്നെ എല്ലാ ഫെസ്റ്റിവൽസിനും സെലിബ്രേറ്റ്. ഞങ്ങള് സ്റ്റുഡിയോയിലുള്ള ആൾക്കാരെ ട്രൈ ടു സെലിബ്രേറ്റ്. ഞങ്ങളുടെ ഇയർ എൻഡ് പ്ലാൻസിനെ പറ്റി ഞാൻ ഇങ്ങനെ പറയായിരുന്നു. ശ്രേയ ഘോഷാൽ ഓൾ ഹാർട്സ് ടൂർ റെഡ് എഫ് എം ലൈവ് ഇൻ കോൺസേർട്ട് ഡിസംബർ 23 കഴിഞ്ഞ പിന്നെ സെലിബ്രേഷൻ. അപ്പൊ ശ്രേയാജിയുടെ പാട്ടുകൾ അത് പറയുമ്പോ തന്നെ ഈ വർഷത്തെ ഏറ്റവും ഹിറ്റ് പാട്ടുകളിൽ ഒന്ന് അത് ശ്രേയ ഘോഷാൽ പാടിയിട്ടുള്ള പാട്ട്. അതിന്റെ മ്യൂസിക് ഡയറക്ടർ ആണിപ്പോ നമുക്കിപ്പം ലൈവിൽ ജോയിൻ ചെയ്തിട്ടില്ലേ, കലാപക്കാര. ഞങ്ങൾ ഇങ്ങനെ കലാപക്കാര എങ്ങനെയാണ് ആ ഒരു സോങ് ഉണ്ടായത്? ആ സോങ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ കുറെ നാളായിട്ട് തന്നെ അതിന്റെ ഹുക്ക് സ്റ്റെപ്സും ആ പാട്ടും ഇത്രയും യങ്സ്റ്റേഴ്സും ചെറിയ കുട്ടികളും എല്ലാരും അങ്ങ് ഏറ്റെടുത്തിട്ടുള്ളതാണ്. സോ ശ്രേയ ഘോഷാൽ കൊച്ചിയിൽ പെർഫോം ചെയ്യാൻ വരുമ്പോ ഉറപ്പായിട്ടും റീസെന്റ് ഹിറ്റ് എന്ന് പറയുന്ന പാട്ട് അതാണ്. അപ്പൊ ആ ഹിറ്റ് മേക്കിംഗ് കൂടെ ഉള്ളത് എങ്ങനെയാണ് ആ പാട്ടുണ്ടാവുന്നത്? അത് ഇപ്പം കൊത്തയിലെ മെയിൻ ഡാൻസ് സോങ് ആയിരുന്നു. ഞങ്ങൾ നേരത്തെ ഒരു അതിനകത്തൊരു ഈ പറയുന്ന പോലെ ബോയ്സിന്റെ ഒരു എൻജോയ്മെന്റും പിന്നെ അതിലൊരു ഐറ്റം ഗേളും വരുന്ന പോലെയാണ്. അപ്പൊ 2 വർഷങ്ങളും ഉണ്ട്. അവരുടെ ഒരു എൻജോയ്മെന്റിലോട്ട് ഒരു ഐറ്റം സോങ് പോലെ അതിനെ പ്ലാൻ ചെയ്യണം. അപ്പൊ ഞാൻ ഈ ട്യൂൺ കമ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോ നല്ല ഒരു മെലഡി പോലെ, അനുപല്ലവി നല്ലൊരു ഫ്ലോ, കുറച്ച് നല്ല ഇന്റർക്കസീസ് ഉള്ള ഒരു മെലഡി ആയിട്ട് തോന്നി. അപ്പൊ ഞാൻ ഓൾറെഡി ഇങ്ങനത്തെ ഒരു കുരുത്തക്കേട് നേരത്തെ ഒരു പാട്ട് ഇങ്ങനത്തെ ഒരു ഐറ്റം സോങ് ചെയ്തിട്ടുണ്ട്, റോസി എന്ന് പറഞ്ഞ്. സോ ഐ ഓൾവേസ് ടേക്ക് ഇങ്ങനത്തെ കുറച്ച് ഫാസ്റ്റ് നമ്പേഴ്സ്, കുറച്ച് പരിപാടികളാണ് ഞാൻ ശ്രേയജേക്കൊന്ന് ട്രൈ ചെയ്യുന്നത്. ഞാനിങ്ങനെ ഒരു അഭിപ്രായം ദുൽഖറിനോടും ജോമിനോടും അത് അഭിലാഷിനോടും ചോദിച്ചപ്പോ ദേവർ ഓക്കെ. ആദ്യം ഡൗട്ട് ആണ് മെലോഡീസ് ആയി പോവോന്നൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിന് കറക്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ സജസ്റ്റ് ചെയ്തതാണ്. ബോംബെ. ശ്രേയജിയുടെ എല്ലാ സോങ്സും നമ്മള് ബോംബെയിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. എപ്പോഴും അവിടെ പോണം. അപ്പൊ ആ സമയത്ത് ആ റെക്കോർഡിംഗ് സമയം ഭയങ്കര ഒരു രസകരമായ സംഭവം. ഒന്നാമത് ഒരു ഒറ്റ സ്റ്റാൻസേ പാടാനുള്ളൂ, ബട്ട് ഒരു 5 to 6 hours എടുത്തു. കാരണം ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു അതിന്റെ വരികൾ. കുടഞ്ഞെടുക്കാൻ വന്നാലോ കുരുന്ന് കുത്താനാലോ, ഇറ്റ്സ് ടു ഫാസ്റ്റ് ഫോർ. അപ്പം ഓൾറെഡി ഭാഷ പരിചയമില്ലല്ലോ. എന്നിട്ട് ഈ അക്ഷരസ്ഫുടത ഭയങ്കരമായിട്ട് വരുന്നതുകൊണ്ട് പുള്ളിക്കാരത്തി ബാപ്രേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ടെൻഷൻ അടിച്ചു, യുനോ. ആൻഡ് ബട്ട് ഷീ ലൈക്ക് ദ സോങ്. ആദ്യം തന്നെ എന്നോട് പറഞ്ഞു ഭയങ്കര വൈബുണ്ട്, എനിക്ക് പരമസുന്ദരിയുടെ ഒക്കെ ഒരു മൂഡ് കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. സോ വി വർ ലൈക്ക് ഓക്കെ. പക്ഷെ എനിക്ക് അന്ന് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അന്നായിരുന്നു
കൊത്തയുടെ ഫസ്റ്റ് കണ്ടന്റ് മോഷൻ പോസ്റ്റർ, ടൈറ്റിൽ അനൗൺസ്മെന്റ് പോലെ ഒരു മോഷൻ പോസ്റ്റർ അന്ന് റിലീസാണ്. ഞാൻ ആദ്യമായിട്ട് ഇറങ്ങുന്ന സാധനം ഇത് എങ്ങനെ ഇരിക്കുമോ, പൊങ്കാലയാകുമോ, ഭയങ്കര പേടിച്ചായിരുന്നു ആ റെക്കോർഡിംഗ് സെഷനിൽ ഇരുന്നത്. പക്ഷെ 6 മണിക്ക് അത് റിലീസ് ചെയ്തപ്പം എല്ലാരും ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അപ്പം ഡബിൾ ഹാപ്പി. എക്സാക്ട്ലി. അത് മാത്രല്ല മലയാളത്തില് ശ്രേയജി പാടിയിട്ടുള്ള പാട്ടുകളൊക്കെ നോക്കിയാലൊക്കെ ഒരു മെലഡി കൂടുതലുള്ള സോങ്സ് ആണ്. അപ്പൊ അതെന്ന് എനിക്ക് തോന്നുന്നത് ജെയ്ക്സ് പാടിപ്പിച്ചിട്ടുള്ള 2 സോങ്സ്, ഇപ്പൊ മൺസൂൺ മാംഗോയിലെ പാട്ടാണെങ്കിലും ഈ സോങ് ആണെങ്കിലും അതിന് ആ ഒരു ഫാസ്റ്റ് ഒരു താളമൊക്കെ നല്ല രസമായിട്ട് നമ്മൾ മലയാളത്തിലും കേട്ടിട്ടുണ്ടെന്ന് പറയാണ്. മറ്റു ഭാഷകളിലൊക്കെ പക്ഷെ അത് പറ്റും. പക്ഷെ അത്രയും ഒരു വേഴ്സറ്റൈൽ സിംഗറാണ്, എന്തും പറ്റും. ഇവിടെ നമ്മള് കൂടുതൽ മലയാളം ഞാൻ കരുതിയപ്പോ ഓൾറെഡി കുറെ മെലഡീസ് പാടിയിട്ടുണ്ട്. എനിക്കെന്തോ ആ വോയിസിലോട് കുറച്ചും കൂടെ ഇങ്ങനെ ഫാസ്റ്റ് നമ്പേഴ്സ്, എന്നാൽ മെലഡി ഉള്ള ഫാസ്റ്റ് നമ്പേഴ്സ് പാടിക്കാനായിരുന്നു എനിക്ക് അതിനകത്തൊരു താല്പര്യം. അങ്ങനെയാണ് തോന്നിയത്. ഇപ്പൊ പ്രൊഫഷണലി ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ആസ് എ സിംഗർ ഇപ്പൊ ശ്രേയ ഘോഷാലിനെ കൊണ്ടൊരു പാട്ട് പാടിപ്പിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഭയങ്കര അമ്പരന്ന് പോകുന്ന കുറെ കാര്യങ്ങളുണ്ടാവും, ഭയങ്കര ആരാധനയൊക്കെ തോന്നുന്ന കുറെ സംഗതികളുണ്ടാവും. ബിക്കോസ് ഫസ്റ്റ് സോങ്ങിൽ തന്നെ, ഫസ്റ്റ് മൂവിയിൽ തന്നെ നാഷണൽ അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുള്ള ഒരു സിംഗറാണ്. ഇപ്പൊ ഒരു 2000 പറയുമ്പോ 23 വർഷമായിട്ടുള്ള ഒരു മ്യൂസിക് ജേർണി ഒക്കെയാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു സിംഗർ എന്ന് പറഞ്ഞത്, ഒരു സിംഗർ മ്യൂസിക് ഡയറക്ടർ, ആ ഒരു കോമ്പിനേഷൻ എങ്ങനെയായിരുന്നു? ഭയങ്കര പ്രൊഫഷണൽ ആണ്, ഭയങ്കര വെൽക്കമിങ് ആണ്. എപ്പോ ചെന്നാലും ഓൺ ടൈം പുള്ളിക്കാരത്തി എത്തും. ലിറിക്സ് ആദ്യം നന്നായിട്ട്, അത് ഞാൻ ചിത്ര ചേച്ചിനെയും ഏറ്റവും ഉയരങ്ങളിലുള്ള സിംഗേഴ്സ് ആണ് ഏറ്റവും സിമ്പിൾ എന്ന് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. കാരണം അവർക്ക് ആ ഒരു റുട്ടീനുണ്ട്, അവർക്ക് ആ ബുക്കുണ്ട്, അതിൽ ഇപ്പോഴും ഡയറക്ടറുടെ പേര്, ലിറിസിസ്റ്റിന്റെ പേര്, മ്യൂസിക് ഡയറക്ടറുടെ പേര്, സിനിമയുടെ പേര്, ബാനറുടെ പേര് എഴുതും. അത് സ്റ്റുഡിയോ റെക്കോർഡ് ചെയ്യുന്ന എഞ്ചിനീയർ, ടൈം ഓഫ് ദ റെക്കോർഡിംഗ്, ഇതെല്ലാം ഒരു ബുക്കിൽ. ചിത്ര ചേച്ചി ജുഡീഷ്യസ് ആണ് ഇപ്പോഴും. ഞാൻ ഇപ്പൊ എല്ലാരും മൊബൈലിൽ ലിറിക്സ് എഴുതി ലിറിക്സ് വെച്ച് പാടി പോകുന്ന കാലം, ഇൻക്ലൂഡിങ് നമ്മൾ പോലും ലിറിക്സ് ഇപ്പം അങ്ങനെ ഒരു, പക്ഷെ ഇവരുടെ ആ ഒരു വർക്കിനോടുള്ള ഒരു ആരാധനയും ആ വർക്കിന് കൊടുക്കുന്ന ഒരു സീരിയസ്നെസ്സും എല്ലാം റിട്ടേൺ ആണ്. അപ്പൊ ആ വർക്കിനോടുള്ള ഡെഡിക്കേഷനെ കാണുമ്പോഴാണ് നമ്മള്, അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു ഡിസേർവിംഗ് പൊസിഷൻ. ചെറിയ ചെറിയ കാര്യങ്ങൾ ആഡപ്പ് ചെയ്യും, യുനോ. ആ ഒരു സിൻസിയാരിറ്റി, ആ തൊഴിലിനോടുള്ള ബഹുമാനവും സ്നേഹവും ആരാധനയും എല്ലാം, ഐ തിങ്ക് ദാറ്റ്സ് ഓൾ ദ റീസൺ വൈ ഇവർ രണ്ടുപേരൊക്കെ ഈ പൊസിഷനിൽ നിൽക്കുന്നത്. പിന്നെ എക്സെപ്ഷണലി സ്കിൽഡ് ആൻഡ് ടാലന്റഡ് ആണ്, അതിനെപ്പറ്റി ഡൗട്ട് ഇല്ലല്ലോ. ഏത് റേഞ്ചും പുള്ളിക്കാരത്തേക്ക് ഒരു കംഫർട്ടബിൾ റേഞ്ച് ഉണ്ട്, അതിൽ എങ്ങനെ വേണേലും യു ക്യാൻ ഗിവർ. എന്ത് തരം കോംപ്ലിക്കേറ്റഡ് ട്യൂൺസ് ആണെങ്കിലും എന്ത് തരം ഇന്റോണേഷൻസ് ഒക്കെ കൊടുത്താലും നിഷ്പ്രയാസം ശ്രേയജി അത് പാടും. എന്തോ കലാപക്കാരയിൽ പാടിയിട്ടുണ്ടല്ലോ, സംഗീത സംവിധാനം ഞാൻ പാടിയിട്ടുണ്ട്. സിംഗർ ആവുന്ന എക്സ്പീരിയൻസ് എങ്ങനെയാണ് സ്വന്തം പാട്ടുകളിലൊക്കെ തന്നെ? അതെന്താ വെച്ചാൽ എനിക്ക് ആ പാട്ട് ഞാൻ ആദ്യം പാടുമ്പോ എനിക്ക് അതിലൊരു കൊള്ളാം എന്നുള്ളൊരു കിക്ക് കിട്ടും ചിലപ്പം. ദിസ് ഇസ് വർക്കിംഗ്, ഇതിന് എനിക്ക് വേറെ ആരെയും നോക്കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ തന്നെ വോയിസ് വെക്കും. അതാ പതിവ്. ഇപ്പൊ രണം ടൈറ്റിൽ ട്രാക്കിൽ ഞാൻ പാടിയിട്ടുണ്ട്. അങ്ങനെ കുറെ പാടത്തില് അവിടെ ഇവിടെ ഒക്കെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ പാടിയിട്ടുണ്ട്. അപ്പൊ ഈ പാട്ടില് കലാപക്കാരിൽ എനിക്ക് തോന്നി ബെന്നി എന്നെ നന്നായിട്ട്, എനിക്ക് എന്റെ ഒരു നല്ല സുഹൃത്താണ് ബെന്നി ദയാൽ. അപ്പൊ അവന്റെ വോയിസിന് നല്ല റേഞ്ച് ഉണ്ട്. അപ്പൊ എനിക്ക് ആ ഹിറ്റ് ചെയ്യാൻ പറ്റാത്ത റേഞ്ച് ഞാൻ അവനെ വെച്ച് കോമ്പൻസേറ്റ് ചെയ്യും. പുള്ളിക്കാവുമ്പോ ആ ത്രോയും ഉണ്ട്, ആ ഒരു സ്വാഗും ഉണ്ട്. അപ്പൊ ലോ റേഞ്ച് ഞാൻ പാടുകയും ബെന്നിക്ക് ആ കുറച്ച് റേഞ്ച് ഉള്ള സെക്ഷൻ കൊടുക്കുമ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആയി കിട്ടി കലാപക്കാര. കമ്പോസ് ചെയ്ത സോങ്സ് ഒക്കെ പാടാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അല്ല, അത് ഡിപ്പെൻഡ്സ് ഓൺ ദ സോങ്. ഇപ്പം കുറച്ച് ക്ലാസിക്കൽ ഓറിയന്റഡ് സോങ്, ഇപ്പൊ നീലമാലാകെ പോലെ ഒരു പാട്ട് ഞാൻ ഒരിക്കലും അറ്റംപ്റ്റ് ചെയ്യില്ല. കാരണം എനിക്ക് ആ റൂട്ട് ഞാൻ കമ്പോസ് ചെയ്യുമെങ്കിലും ആ റൂട്ടിനകത്തുള്ള ഭാവം, അതിലുള്ള ഇമോഷൻ ഒരു കുറച്ചുകൂടെ ബെറ്റർ സിംഗർ, കുറച്ചുകൂടെ ക്ലാസിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സിംഗർക്ക് അത് കുറച്ചും കൂടെ ഇമോട്ട് ചെയ്യാൻ പറ്റും ആ പാട്ട്. അതാണ് ഞാൻ കേശവ് അത് നന്നായിട്ട് പാടിയത്, യുനോ. ആൻഡ് അതുപോലെ തന്നെ ശിലകൾക്കുള്ളിൽ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് കുമാരിയിൽ. അത് എന്റെ അസിസ്റ്റന്റാ പാടിയിരിക്കുന്നത്, അഖിൽ ചന്ദ്. അവൻ ക്ലാസിക്കലി ട്രെയിൻഡ് ആണ്. സോ ഐ ഫീൽ അങ്ങനെ ഉള്ളപ്പം നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ഒരു ഐഡിയനെ കുറച്ചും കൂടെ എക്സ്ട്രാപോലേറ്റ് ചെയ്ത് കുറച്ചുകൂടെ നന്നാക്കാനുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ അത് അങ്ങനത്തെ അബദ്ധങ്ങളിൽ നിന്ന് മാറി നിൽക്കും. ഐ വോണ്ട് സിംഗ്. അതൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞ ഇപ്പൊ നമ്മള് രണം, ഇഷ്ക്, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് അയ്യപ്പനും കോശിയും, കടുവ, കിങ് ഓഫ് കൊത്ത, എല്ലാ വർഷവും ആ വർഷത്തെ ഏറ്റവും ഹിറ്റ് പാട്ടുകളിലൊന്ന് എന്ന് പറയുന്നത് ഇപ്പൊ ലാസ്റ്റ് ഇയറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പാലാപ്പള്ളിയാണ്, ഇപ്പൊ ഈ വർഷമാണ് കലാപക്കാരെയാണ്. അപ്പോ ഈ ഹിറ്റുകളുടെ രഹസ്യം എന്താണെന്നല്ലേ ചോദിക്കുന്നത്? കണ്ണു വെക്കല്ല, ജീവിച്ചു. അപ്രീസിയേഷൻ ആണ്.
പ്രിപ്പറേഷൻ ഇത് എങ്ങനെയാണ് ആ ഒരു ട്യൂണിലേക്കൊക്കെ എത്തുന്നത്? അതിപ്പം എന്താ പറയാ, അത് വിവരിക്കാൻ പറ്റില്ല. എങ്ങനെ പാലാപ്പള്ളി ഞാനിപ്പോ ഓർക്കുന്നുണ്ട്, അത് ആ ട്യൂണായിട്ട് കൊടുത്തപ്പോ ആദ്യം ഷാജി സാറിന് അതൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഇത് നമ്മള് ഒരു അയ്യപ്പൻ ഘോഷിയുടെ ഒരേ ഫ്ലേവറിൽ പിന്നെയും വരുന്ന പോലെ ആവുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു, യുനോ. ആൻഡ് അവിടെ അങ്ങനത്തെ ഒരു പാട്ടല്ലായിരുന്നു എല്ലാവരും കൺസീവ് ചെയ്തത്. പക്ഷെ ഒരു ആക്ഷൻ സീക്വൻസിൽ ക്ലൈമാക്സ് ഒരു 5-8 മിനിറ്റ് ഒരു ഫൈറ്റ് ഉണ്ട്. അവിടെ ഭയങ്കരമായ ഒരു എന്താ പറയാ, ഒരു ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു മാസ് പാട്ട് വേണമെന്നായിരുന്നു, ഡാർക്ക് മാസ് പാട്ട് വേണമെന്നായിരുന്നു. അങ്ങനെ ഈ ആവോ ദാമാനോ എന്നുള്ള ഒരു ഒരു ഫ്രേസ് എന്നെ ഒരു ജേർണിയിൽ അതുൽ എനിക്ക് പാടിത്തരികയും അതിൽ നിന്നാണ് എനിക്ക് ആ ഒരു ഓക്കെ ഐ തിങ്ക് വി ക്യാൻ. അതിന് 4-5 വേർഷൻസ് ഞങ്ങൾ ചെയ്തു. പാലാപ്പള്ളിയുടെ ആക്ച്വലി ഒരു പക്ക ഡപ്പാങ്കുത്ത് വേർഷൻ ഉണ്ട്, നാടൻ വേർഷൻ ഉണ്ട്. പക്ഷെ ഈ ഇലക്ട്രോ വേർഷനിലോട്ട് പിന്നീടാണ് വന്നത്. ഒരു 4-5 മാസം ഈ പാട്ട് ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഷാജി സാറും ജിനു ഒന്നും അത്ര ഹാപ്പി അല്ലായിരുന്നു. അതിന് ലാസ്റ്റ് വേർഷൻ ഒരു EDM എല്ലാം കൂടെ മിക്സ് ചെയ്തപ്പോഴാണ് എന്തോ ഒരു കിക്ക് അതിൽ വന്നത്, യുനോ. ആൻഡ് പീപ്പിൾ പെട്ടെന്ന് റെസനേറ്റഡ് ആയി ആ പാട്ടിനോട്. അതായത് നമുക്ക് മ്യൂസിക് കണ്ടാൽ മതി യൂട്യൂബിലൊക്കെ. അതെ അതെ. ചെറിയ കുട്ടികളൊക്കെ ഈ പാട്ടുകളൊക്കെ ഏറ്റെടുക്കുമ്പോ ഒക്കെ ചിന്തിക്കാറുണ്ടോ എസ്പെഷ്യലി പാലാ സൈഡിലെ കടുവ എന്ന് വെച്ചാൽ ഇപ്പൊ കൊച്ചു പാലാപ്പള്ളിയാണ് അവരുടെ ഒരു ആന്തം പോലെ. കൊച്ചു എല്ലാ ഇപ്പം കാണുകയൊക്കെ ചെയ്യുന്നത് ആ ഒരു ടൈം ഒക്കെ കഴിഞ്ഞിട്ടും പിന്നെ ചെറിയ കുട്ടികളൊക്കെ വീടുകളിലൊക്കെ ചെല്ലുമ്പോഴാണ് അതെ അത് അതെന്താ വെച്ചാൽ ഈ പോപ്പുലർ ആയിട്ടുള്ള ഇപ്പം ആക്ച്വലി മലയാളം നമുക്ക് ഒരു പരിധി വരെ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന മാസ് പാട്ടുകൾ വളരെ കുറവാണ്. അത് സിനിമയിൽ അങ്ങനെ സിറ്റുവേഷൻസും കുറവാണ്, യുനോ. ഒരു ഓൾ ഔട്ട് പണ്ട് കുറെ പാട്ടുകൾ ഇല്ലായിരുന്നു നമുക്ക്. എന്തോ താങ്കണക്കത്തിൽ അല്ലെ വേൽമുരുക, സോ മെനി സോങ്സ്. ഇപ്പൊ അങ്ങനെ ഉള്ളപ്പോ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സെലിബ്രേറ്ററി സോങ്സ് കിട്ടുമ്പോ അങ്ങോട്ട് ആൾക്കാർ റെസനേറ്റ് ചെയ്യുന്നുണ്ട് ഒരു മാസ് പാട്ട് കിട്ടുമ്പോ, യുനോ. അതാണ് ഒരു സെലിബ്രേഷൻ സോങ് ബൈ ജെയ്ക്സ് ബിജോയ് പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്തു. നടക്കട്ടെ. ഇതൊക്കെ പറയുമ്പോഴുണ്ടല്ലോ ശരിക്കും എന്ത് തരം പാട്ടുകളാണ് ഒരു ആസ് എ മ്യൂസീഷ്യൻ ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളത്? ഈ വെർസറ്റാലിറ്റി ആൾക്കാര് എനിക്ക് കുറച്ചും കൂടെ ബീറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഡൗൺ ടെമ്പോ അങ്ങനത്തെ ഒക്കെ പാട്ടുകളാണ് ഇഷ്ടം. പക്ഷെ നല്ല മാസായിട്ട് ആൾക്കാര് പാട്ടിട്ട് കഴിയുമ്പോ അവര് സന്തോഷിച്ച് എൻജോയ് ചെയ്യുന്ന കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി ഈ നമുക്ക് ഈ തിരുവനന്തപുരം സോങ്ങും പാലാപ്പള്ളി പിന്നെ കലാപക്കാരൊക്കെ ഒരു മാസ് ഹിസ്റ്റീരിയ, ആൾക്കാർ അത് ഭയങ്കരമായിട്ട് ഡാൻസ് ചെയ്യുന്നൊക്കെ കാണുമ്പോ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് വരാറുണ്ട് അങ്ങനെ. അപ്പൊ ഒരു സ്ഥലത്ത് ഞാൻ ഈയിടെ കണ്ടത് ഒരു ബസ് പാർക്ക്, ഈ നമ്മുടെ ഈ എയർ ബസ് പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ഒരു വെയിറ്റിങ്ങിനായിട്ട്. അവിടെ ബസ്സിന് പുറത്ത് ആൾക്കാർ ഇറങ്ങി കലാപക്കാരൊക്കെ ഡാൻസ് ചെയ്യായിരുന്നു ഒരു വെയിറ്റിംഗ്. അപ്പൊ അതൊക്കെ കണ്ടപ്പോ ഐ തോട്ട് ഓ ഇത് ഇനിയും ചെയ്യണം, ഒരു കിക്ക് കിട്ടുന്നുണ്ട്. ആളുകളെല്ലാരും ആഘോഷത്തിന്റെ ഒക്കെ എനർജി അതിനൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടായിരിക്കും, അതിനൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് താങ്കളെപ്പോലുള്ളവർ ചെയ്യുന്ന ഇത്തരം സോങ്സ് ഒക്കെ നമുക്ക് എല്ലാ. അപ്പൊ കുറച്ചു മുമ്പ് പാലാപ്പള്ളിയുടെ പല വേർഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഈ ബാക്കി വേർഷൻസ് ഒക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു? പറഞ്ഞു അത് നല്ല വേണം, അത് ആലോചിക്കാവുന്ന കാര്യമാണ്. കാരണം ഈയിടെ കലക്കാത്തയുടെ ഒരു റീപ്രൈസ് വേർഷൻ ഒരു സ്വീഡിഷ് DJ ചെയ്തിരുന്നു, ഡി ഓറഞ്ച് എന്ന് പറഞ്ഞ. അത് ഭയങ്കര പോപ്പുലർ ആയി. കലക്കാത്ത വേർഷൻ തന്നെ, അത് നമ്മുടെ നഞ്ചിയമ്മ പാടിയ പാട്ടിനെ ഡി ഓറഞ്ച് അത് അദ്ദേഹത്തിന്റെ അത് ഭയങ്കര പോപ്പുലർ ആയിരുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അപ്പോഴാണ് ഞാൻ തോന്നിയത് അപ്പൊ നമുക്ക് ഈ ഫോക്ക് സോങ്സ് ഒക്കെ വേറെ രീതിയിൽ റീമിക്സ് ചെയ്യുന്നത് നല്ല പരിപാടിയാണ്. ആലോചിക്കുന്നതാണ് ഡോട്ട്. അതെ, അത് അങ്ങനെയാണെങ്കിൽ നമ്മൾ റെഡ് എഫിലൂടെ നമ്മളത് റിലീസ് ചെയ്യുന്നു. ഇപ്പൊ ടൈമിലാണ് സംസാരിക്കുന്നത്. ഇപ്പൊ എവിടെയുണ്ട് എക്സാക്ട് എവിടെയുണ്ട്? ഞാൻ എന്റെ സ്റ്റുഡിയോയിലാണ്. സ്റ്റുഡിയോയില് പണിപ്പുരയിലാണ്. അതെ, ഞങ്ങൾ തന്നെയാണ്. നമ്മുടെ കാക്കനാട് കൊച്ചിയില്. അപ്പോ പാട്ടിന്റെ സംഭവങ്ങൾ നമ്മൾ റിലീസ് ചെയ്യുന്ന സമയമാകുമ്പോ പറഞ്ഞാൽ മതി. ഇതൊക്കെ പറഞ്ഞപ്പോഴും എന്റെ അടുത്ത് ഇന്ന് ഞാൻ ജോയ് നമ്മൾ ഇൻസ്റ്റാഗ്രാം ലൈവിൽ വരുന്നു എന്ന് പറഞ്ഞപ്പോ ഒരു സുഹൃത്ത് പറഞ്ഞ കാര്യമാണ് ഈ മിന്നലഴകിയെ കുറിച്ച് ചോദിക്കണം എന്ന്. ഉറപ്പായിട്ടും അങ്ങനെ എവിടെ പോയാലും ആ പാട്ട് നമ്മളെ വിട്ടുപോകില്ല. അത് വേറൊന്നുമല്ല, നമുക്ക് ഇൻഡിപെൻഡന്റ് കോമ്പോസിഷൻസ് എന്നൊക്കെ പറയുന്നത് അത്രയ്ക്കൊന്നും അല്ല, അങ്ങനെയൊന്നും ഇല്ലാതിരുന്ന ഒരു സമയത്താണ്
മലയാളം അല്ല, ഓൾ ജോക്സ് അപ്പാർട്ട്, കാരണം അതാ നമ്മളെ എന്നെയും വിനീതിനെയൊക്കെ ഒരു പരിധി വരെ ഇൻഡിപെൻഡന്റ് ഞാൻ എന്റെ ആദ്യത്തെ ഇൻഡിപെൻഡന്റ് സോങ് ആണത്. വിനീത് ശ്രീനിവാസൻ വിനീതിന്റെ ആദ്യത്തെ ഒരു ഡയറക്ടോറിയൽ വെഞ്ചറാണത്. ഞങ്ങള് ഹയർ ചെയ്ത ഡയറക്ടർ വരാതായിരുന്നപ്പോൾ അദ്ദേഹം സ്റ്റെപ്പ് ഇൻ ചെയ്ത് ഡയറക്ട് ചെയ്തു. അപ്പൊ ഭയങ്കര നൊസ്റ്റാൾജി ആ പാട്ട്. ആക്ച്വലി കുറെ തുടക്കങ്ങളുടെ, കുറെ സുഹൃത്ത് ബന്ധങ്ങളുടെ, കോളേജ് ടൈംസ്, ഇങ്ങനത്തെ ഒരു പ്രൊഫഷനിലോട്ട് നമ്മൾ ചുവട് വെക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെ ദാറ്റ് സോങ് എനിക്ക് അതിനെ ഒരു പാട്ടായിട്ട് കാണുന്ന ഒരു ബഞ്ച് ഓഫ് ഇമോഷൻ ആയിട്ടാണ് എന്റെ മുമ്പിൽ ആ പാട്ട് ആൽബം അല്ല. അതെ, അത് ലൈഫിന്റെ ഒരു ഏടാണെന്ന്. അതെ അതെ അതെ. ഓൾറൈറ്റ്. അപ്പൊ എങ്ങനെയാ അപ്പൊ ഇനി നെക്സ്റ്റ് ഇയറിലൊക്കെ ഇപ്പൊ സിനിമ പാട്ടുകൾ, അതിന്റെ സംഗീത സംവിധാനം, ഇപ്പൊ മലയാളം മാത്രമല്ല മറ്റു ഭാഷകളൊക്കെ ആയിട്ട് ഇങ്ങനെ തിരക്കൊക്കെ ഉള്ള ഒരാളാണ്. ഇൻഡിപെൻഡന്റ് കോമ്പോസിഷൻസിലേക്ക് ഇങ്ങനെ അങ്ങനെ എന്തെങ്കിലും? 100%. ഞാൻ പറഞ്ഞില്ല, ഞാനത് നമ്മളൊരു ഈ ഫോക്ക് സോങ്സിന്റെ ഒരു ഒരു കോമ്പൈലേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പല പല ഈ ഗോത്ര സമൂഹങ്ങളിലെ പാട്ടുകളും, പിന്നെ അതുപോലെ തന്നെ അവരുടെ കൾച്ചറൽ സെലിബ്രേഷൻ പോലെ ഞങ്ങൾ ഓരോ നാടൻ പാട്ടുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിനെ കുറച്ചുകൂടെ ആൾക്കാർക്ക് ആക്സസ് ചെയ്യുന്ന രീതിയിൽ, എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനെ പ്രസന്റ് ചെയ്യാന്നുള്ള ഒരു റൂട്ട് സീരീസ് എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ഒരു 10 സോങ്സിന്റെ ഒരു കമ്പൈലേഷൻ. അത് അടുത്ത കൊല്ലം ഞാൻ എന്തായാലും പ്ലാനിങ് സംതിങ് ലൈക്ക് ദാറ്റ്. അല്ല, ഞങ്ങൾക്ക് അതിന് കിട്ടിയ ഒരു സാമ്പിൾ ആണ് നഞ്ചിയമ്മ പാടിയിട്ടുള്ള കലക്കാത്ത. അപ്പൊ അതേപോലെ ഹൈ എക്സ്പെക്ടേഷൻ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള അത് അടുത്ത കൊല്ലം ഞാൻ കുറച്ചും കൂടെ സീരിയസ് ആണ്, കാരണം കുറച്ചും കൂടെ ലെസ്സർ ഫിലിംസ് ആണ് നെക്സ്റ്റ് ഇയർ. ഐ എം ടേക്കിംഗ് ലൈക്ക് ലിറ്റിൽ മോർ ടൈം ഇൻ ബിറ്റ്വീൻ മൂവീസ്. അപ്പൊ അത് ഇതിനു വേണ്ടി കൂടെയാണ് കുറച്ചും കൂടെ ഒരു എന്താ പറയാ, ഒരു എന്നെ തന്നെ ഒന്ന് റീഅസസ് ചെയ്യാനും വേറെ ഒരു പുതിയ കുറച്ച് കാര്യങ്ങൾ പഠിക്കുക. കാരണം അവിടെയാണ് എനിക്ക് ഒരു പഠനത്തിൽ പഠിച്ച് അത് ഒരു പടത്തിലോട്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ഒരു എൻജോയ്മെന്റ് കിട്ടുന്നത്. So I'm going to take a little more time in between films and work on things I like more. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളാണ് ചെയ്യാൻ പ്ലാൻ. 2024 പുതിയ തീരുമാനങ്ങൾ ഇതൊക്കെയാണോ? അങ്ങനെ എന്താ പറയാ, റെസൊല്യൂഷൻസ് ഒന്നും എടുക്കില്ല, ഒന്നും നടക്കാറില്ല. ഇത് മനസ്സിൽ കുറച്ച് നാളായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മളെ കണ്ടോണ്ടിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്ത് നടക്കാത്ത റെസൊല്യൂഷൻസ് തന്നെയായിരിക്കും. നടക്കാത്ത സ്വപ്നങ്ങളല്ലേ. ഞാൻ നാളെ തൊട്ട് ഭയങ്കര ഡയറ്റും എക്സസൈസ് ഒക്കെയാന്ന് പറഞ്ഞ് പിറ്റേ ദിവസം പരിപാടി തീർന്നു. ശരിക്കും എന്തൊക്കെയാ മുൻ വർഷങ്ങളിലൊക്കെ എടുത്തിട്ട് നടക്കാതെ പോയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയോ രണ്ടുണ്ടോ? എനിക്ക് 3 വർഷങ്ങളിൽ എനിക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, ഒരു 7:30 കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കരുതെന്ന് ഞാൻ എപ്പോഴും 7 o'clock കഴിഞ്ഞാൽ ഫുഡ് നിർത്തണം എന്നുള്ള പ്ലാനില്. പക്ഷെ വൈകുന്നേരം ആരെങ്കിലും ഒരു എന്താ പറയാ പൊറോട്ട ചിക്കൻ കറി കഴിക്കുന്നതാണ് നമ്മൾ കംപ്ലീറ്റ് കയ്യിൽ പോകും. ലേറ്റ് നൈറ്റ് വാക്ക് ഒക്കെയാണ്. പിന്നെ എനിക്ക് ഭയങ്കര സ്വീറ്റ് ടൂത്ത് ഉണ്ട്, എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഈ പേസ്ട്രീസും ചോക്ലേറ്റ്സ് ഒക്കെ കുറച്ച് കുറയ്ക്കണമെന്ന് കരുതി. പിന്നെ റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യണം, റെഗുലർ ആയിട്ട് എന്റെ പിയാനോ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ റെസൊല്യൂഷൻസ് ഒക്കെ എപ്പോഴും എടുക്കാറുണ്ട്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഇത് നടക്കാറില്ലെന്നുള്ളതാണ്. അതായത് ഒരു ക്രിസ്മസ് ന്യൂ ഇയർ സീസൺ വരാൻ പോകുന്ന ടൈമിലാണ് പേസ്ട്രീസിന്റെ ഒക്കെ ഡിസ്റ്റൻസ് പാലിക്കുമെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട്, ഒരു രക്ഷയില്ല. അപ്പൊ ഈ പ്രാവശ്യം ഞാൻ ആക്ച്വലി കുറച്ച് നോയമ്പൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ഞങ്ങൾക്ക് ക്രിസ്മസ് നോയമ്പ് പരിപാടി, അത് ഈ വെയിറ്റ് ലോസിന്റെ ഭാഗമായിട്ട് കുറച്ച് എന്താ പറയാ, ഈ പറഞ്ഞ 7 o'clock കഴിഞ്ഞപ്പോ ഞാൻ കഴിക്കുന്നില്ല. ഒരു 15 ദിവസമായിട്ട് കുഴപ്പമില്ല പോകും. നോക്കാം. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഇന്നത്തെ ഡിന്നർ കഴിഞ്ഞിട്ടുണ്ടാവും. കഴിഞ്ഞു. നിങ്ങൾ ഇന്റർവ്യൂവിന് മുമ്പ് തീർത്തു. ഡൺ. അത് കൊള്ളാം. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 23rd ഇപ്പൊ ഞാൻ ഇൻസ്റ്റാ ലൈവില് വന്നത് തന്നെ ഒഫീഷ്യലി ഇൻവൈറ്റ് ചെയ്യാനാണ്. അപ്പോ ശ്രേയ ഘോഷാൽ അങ്ങനെ കൊച്ചിയിൽ December 23rd പെർഫോം ചെയ്യാണ് റെഡ് എഫ്എമ്മിന്റെ ശ്രേയ ഘോഷാൽ ഓൾ ഹാർട്സ് ടൂർ, റെഡ് എഫ്എം ലൈവ് ഇൻ കോൺസേർട്ട്. അപ്പോ തീർച്ചയായിട്ടും നമുക്ക് അവിടെ കാണാം. ശ്രേയജി കൊണ്ട് പാട്ട് പാടിപ്പിച്ചിട്ടുള്ള ലൈവ് പെർഫോം ചെയ്യുന്ന ഒത്തിരി പാട്ടുകളുണ്ട്. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഏതൊക്കെയാണ് ക്രൗഡ്, എന്തൊക്കെ സോങ്സ് ആയിരിക്കും ചോദിക്കുക. കാര്യം ഒരുപാട് പേരുടെ നൊസ്റ്റാൾജിയാണ്. ശ്രേയ ഘോഷാലിന്റെ പാട്ടുകൾ കേട്ട് വളർന്ന ആളുകളാണ് ഇപ്പോ ശരിക്കും 23rd അവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ അതിന്റെ ടിക്കറ്റ് സെല്ലിംഗ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫാസ്റ്റ് മൂവിംഗ് ആയി പോകുന്നു. അപ്പോ നല്ല പബ്ലിസിറ്റി ഉണ്ട്, നല്ല എല്ലായിടത്തും ഹോർഡിങ്സ് ഒക്കെ ഉണ്ട്. ആൻഡ് ഇറ്റ്സ് ഗ്രേറ്റ്. കാരണം ഇങ്ങനെ ഒരു ഷോ ശ്രേയജി എല്ലാ വർഷവും ഇവിടെ ഒന്ന് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. കാരണം അത്രയധികം മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വോയിസ് ആണ്. മലയാളികൾ നമ്മുടെ സ്വന്തം സിംഗർ ആയിട്ട് ഏറ്റെടുത്ത ഒരാളാണ്. എപ്പോഴും ശ്രേയജിക്ക് ആ ഒരു പൊസിഷൻ അവരെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ അതിന് എല്ലാരും വന്ന് അത് സഹകരിച്ച് അത് എൻജോയ് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം.
തീർച്ചയായിട്ടും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മലയാളികള് ഈ നല്ല മലയാളം ആര് സംസാരിച്ചാലും അതിനെ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നമ്മുടെ ഭാഷയിലൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ഈ ഏച്ചുകെട്ടുകളൊക്കെ വരുമ്പോൾ ഇത്രയും അതിനോടൊക്കെ ഒരു കുഴപ്പം കാണിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മലയാളം ഉച്ചാരണവും ഒക്കെ മറ്റൊരു ലാംഗ്വേജ് അതില് പഠിച്ച് അതിലൊക്കെ വന്നിട്ടുള്ള ഒരാള് ഇപ്പൊ നമ്മൾ മലയാളം പാടുമ്പോൾ വിചാരിക്കും ഈ കുട്ടി മലയാളിയായിരുന്നു, കേരളത്തിൽ എവിടെയാണ് ജനിച്ചു വളർന്നത്. നമുക്ക് അതേ ഫീൽ തന്നെയാണ്. ഹിന്ദി പിന്നെ ഓഫ് കോഴ്സ് ഹിന്ദിയിലാണ് അതിന്റെ ഏറ്റവും കൂടുതൽ. ഒരുപാട് ക്രെഡിറ്റ് എം ജെ സാറിന് തന്നെ ഉണ്ട് കേട്ടോ. കാരണം അദ്ദേഹം അത് ആദ്യ കാലങ്ങളിലൊക്കെ ആ ഒരു ട്രെയിനിങ് ഭയങ്കര പാടാ മലയാളം. അത് എസ്പെഷ്യലി ഹിന്ദി സംസാരിക്കുന്ന ഒരു നേറ്റീവ് സ്പീക്കിംഗ് ആയിട്ടുള്ള ഒരാൾക്ക് മലയാളം പാട്ടുകൾ പാടാൻ ഭയങ്കര പാടാണ്. ഈവൻ തമിഴിയൻസിന് പോലും ഭയങ്കര പാടാണ് മലയാളം പാടാൻ. ആ സമയത്ത് ശ്രേയാജി അത്ര ആക്ച്വലി നല്ല ടൈം എടുത്ത് നല്ല പോലെ മെനക്കെട്ടിട്ടാണ് പാടുന്നത്. നമ്മൾ പറയുന്ന പോലെ അത്ര ഈസി ആയിട്ടല്ല ശ്രേയാജി ഓരോ പാട്ടും പാടുന്നത്. അപ്പം ആ എഫേർട്ട്, ബട്ട് ഷി അണ്ടർസ്റ്റാൻഡ്സ്. ഓ ഇത് ചിന്നരായ, ഓ വലിയ റായാണോ, ലാ ആണോ, അങ്ങനത്തെ ചെറിയ ചെറിയ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഫോണിക്സ് ആ ട്രെയിനിങ് ഉള്ളതുകൊണ്ടാണ്. ആൻഡ് പിന്നെ ഷി ടേക്സ് ദാറ്റ് മച്ച് ടൈം. അതാണ് മലയാളം പാട്ടുകൾ വളരെ ലിമിറ്റഡ് ആയിട്ട് നല്ല പാട്ടുകൾ മാത്രം പുള്ളിക്കാരത്ത് സെലക്റ്റീവ് ആയിട്ട് പാടുന്നു. ബിക്കോസ് ആ എഫേർട്ട് പുള്ളിക്കാരത്തേക്ക് അറിയാം. എന്താണെങ്കിലും കിട്ടുന്ന ഒരു ഔട്ട് ഗംഭീരമാണ്. അപ്പൊ അത് നമ്മളിങ്ങനെ കേട്ട് എൻജോയ് ചെയ്യുന്നതാണ്. ഇനിയിപ്പോ അത് ഒരുമിച്ച് ഫുൾ ഈവനിങ് ഒരു നൈറ്റ് നമ്മളങ്ങനെ അത് ലൈവ് കാണുകയും കേൾക്കുകയും പിന്നെ എപ്പോഴും അങ്ങനെയാണ് ഒരു പെർഫോം ചെയ്യുമ്പോൾ അതിന്റെ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും റെഡ് എഫ് എമ്മിന്റെ പേജിൽ തന്നെ ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പൊ ഓൺലൈനിൽ നമ്മളെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന എത്ര പേര് വരുന്നുണ്ടാവും? അതെ അതെ അതെ, ചോദിക്കണം എല്ലാവരുടെ അടുത്തും. ഞാൻ പറയുന്നു പേടിഎം ഇൻസൈഡർ ഈ 2 ആപ്സും ഡൗൺലോഡ് ചെയ്യുക. അതിൽ ടിക്കറ്റ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോ ഏർലി ബേർഡ് ഓഫേഴ്സിൽ ഫാമിലി പാക്ക് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഫാമിലി പാക്ക് ഓഫറിൽ അല്ലെ നമ്മളൊരു 3 പേരുടെ ടിക്കറ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ 4ാമത്തെ ടിക്കറ്റ് ഓൾമോസ്റ്റ് നമുക്ക് അതിനുള്ള ഒരു പൈസ അതിൽ സേവ് ചെയ്യാം. അപ്പോ അതിനുള്ള ഒരു ടൈമാണ്. ക്രിസ്മസ് പ്ലാൻസ്, ന്യൂ ഇയർ പ്ലാൻസ് ഒക്കെ നമുക്ക് അങ്ങനെ ശ്രേയ ഘോഷാലിന്റെ പാട്ടുകൾ നമ്മളിങ്ങനെ റേഡിയോയിലൊക്കെ പ്ലേ ചെയ്തും അല്ലാതൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ഉള്ളൂ. നമുക്ക് ഒരുമിച്ച് കാണാം, കണ്ടുകൊണ്ട് ചെയ്യാം. അപ്പൊ താങ്ക് യു സോ മച്ച്. ഞാനിവിടെ ലൈവില് ജോയിൻ ചെയ്തതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു നീത, താങ്ക് യു ഫോർ ഹാവിംഗ് മീ. താങ്ക് യു. അഡ്വാൻസ് ക്രിസ്മസ് വിഷസ് ടു എവരിബഡി ആൻഡ് ന്യൂ ഇയർ വിഷസ് എല്ലാവർക്കും. ഈ വർഷം ആദ്യത്തെ ക്രിസ്മസ് വിഷ് ജെയ്ക്സ് ബിജോയുടെ വകയാണ്. യെസ്, എന്റെ വക ഏർലി ബേർഡ് വിഷ് ആണ്. അപ്പൊ താങ്ക് യു സോ മച്ച്. ഹാപ്പി ബൈ ബൈ ബൈ. ബൈ. കട്ട് ചെയ്യണ്ട. സോ മ്യൂസിക് ഡയറക്ടർ ജെയ്ക്സ് ബിജോയ് നമുക്കിപ്പം ലൈവില് ജോയിൻ ചെയ്ത്. അപ്പൊ ഇനി ഹാപ്പി ഹോളിഡേയ്സ് എന്നൊക്കെ കുറെ പേര് പറയുന്നുണ്ട്. സോ ഞാനിങ്ങനെ ഒരു കാര്യം ചോദിച്ചിട്ടാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ശ്രേയ ഘോഷാലിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകൾ ഏതൊക്കെയാണ്? 1-2 കൂടെ കമന്റ് ചെയ്യാമോ? ആരൊക്കെ ടിക്കറ്റ്സ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നതില്? യെസ്, ടിക്കറ്റ് എടുത്തിട്ടില്ല. രമ്യ ഓഫേഴ്സ് ഇപ്പൊ നമുക്ക് ഫാമിലി പാക്ക് ആണ്. ഫാമിലി പാക്ക് ഓഫേഴ്സ് എന്ന് പറയുമ്പോൾ 4 പേർക്ക് ടിക്കറ്റ്. ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ് 2 കുട്ടികളൊക്കെ ഉള്ള ഒരു വീട്ടില് 3 പേരെ ടിക്കറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ 4ാമത്തെ ടിക്കറ്റിനുള്ള പൈസ ഓൾമോസ്റ്റ് നമുക്ക് അതിൽ കിട്ടും. അങ്ങനെയാണ് അതിന്റെ ഓഫർ ഉള്ളത്. ടിക്കറ്റ്സ് എവിടെയാണോ? പേടിഎം ഇൻസൈഡർ ആപ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അതിൽ ലിങ്ക് ഉണ്ട്, ടിക്കറ്റ്സ് ഉണ്ട്. ഉറപ്പായിട്ടും മലയാളികൾ മാത്രമല്ല ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് ശ്രേയ ഘോഷാൽ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഫാൻസ് ഒക്കെ ഒത്തിരി പേര് ഷോയ്ക്ക് എത്തും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങള്. സോ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് റെഡ് എഫ് എം മലയാളത്തിന്റെ ഈ പേജിൽ തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാലോ. പേജിൽ തന്നെ നമ്മളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല, ഒരുപാട് പേര് റിക്വസ്റ്റ് അയക്കുന്നുണ്ട് ലൈവില്. ഞാൻ ആരെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ ഈ വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ പേജില് നിങ്ങൾക്ക് ലൈവില് ഒരുപാട് മ്യൂസീഷ്യൻസ് ഒക്കെ വരും.
വിശേഷങ്ങളൊക്കെ അവിടെ കാണാം, പറയാം. സോ ഇപ്പൊ കൊച്ചിയിൽ എത്ര പേരുണ്ട് ലൈവില്? കൊച്ചിയിൽ നിന്ന് ആരൊക്കെയുണ്ട്? ഹായ് ഹായ് പറയുന്നുണ്ട് ആരാധ്യ. അപ്പോ പിന്നെ ആരാണ്? ഗൗരി. ഹായ് ഗൗരി. ഓൾ റൈറ്റ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പതുക്കെ ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാം. ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പേജിൽ തന്നെ തരാം, ഫോളോ ചെയ്താൽ മതി. ഓൾ റൈറ്റ്, താങ്ക് യു സോ മച്ച്, ബൈ. ഓക്കെ, അപ്പോ എല്ലാം പറഞ്ഞ പോലെ ഡിസംബർ 23-ാം തീയതിയാണ് കൊച്ചിയിലെ അങ്കമാലി അഡ്ലെക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ. ഓൾ റൈറ്റ്, ബൈ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോ നിതയാണ്, സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് FM കൊച്ചി സ്റ്റുഡിയോ. കേൾക്കൂ കേൾക്കൂ കേട്ടോണ്ടേ.